നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതായാലും ഡിസ്പ്ലേ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, അവിടെ കുറച്ച് വിഡ്ജറ്റുകൾ ഉണ്ടാവും, ഒരു ആപ്പ് ഡ്രോവർ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കിയാൽ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഏതാണ്ട് എല്ലാ ഫോണിലും ഒരേമാതിരിയാണ് ഉണ്ടാകുക. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഒരുപോലെ ഉണ്ടാവും. എന്നാൽ ഇത് ഒരു വെറൈറ്റി സ്റ്റൈലിൽ, ഒരു വെറൈറ്റി ലുക്കിൽ നമുക്ക് ഉപയോഗിക്കണമെങ്കിലോ, അങ്ങനെ ഒരു വെറൈറ്റി ലുക്കിൽ നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ? ഞാൻ വേറൊരു ഫോൺ നോക്കട്ടെ. ഈ ഫോൺ കണ്ടോ, എന്താ അതിൻ്റെ സ്റ്റൈല്? ഇവിടെ വലിയൊരു കള്ളീൻ്റെ ഉള്ളിൽ നമ്മളെ ഗ്യാലറിയിലുള്ള ഏതെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഫോൾഡറിലുള്ള ഫോട്ടോസ് ഇങ്ങനെ ഒരു 3D അനിമേഷനിൽ ഡിസ്പ്ലേ ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ മേലെ ഒരു ഭാഗത്ത് ഡേറ്റ് ഉണ്ട്, മാസം ഉണ്ട്, ഇങ്ങേ ഭാഗത്ത് ടൈം, അലാറം അതൊക്കെ ഉണ്ട്. അതുകൂടാണ്ട് താഴെ ഭാഗത്ത് ക്രോം, കോള്, കോണ്ടാക്ട്, ഗാലറി, വാട്സപ്പ്, ഫേസ്ബുക്ക്, പ്ലേ സ്റ്റോർ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ആപ്പ് ഡ്രോവർ എടുത്തു കഴിഞ്ഞാൽ അതും ഒരു വെറൈറ്റി ലുക്കിലാണ് വരിക, ഒരു സ്ക്വയറിനുള്ളിൽ ഒരു അടിപൊളി ലുക്കിൽ. ഇങ്ങനെ നമുക്കൊരു വെറൈറ്റി ലുക്കിൽ ഉപയോഗിക്കാം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ഫോണിൽ ഡിഫാൾട്ട് ആയിട്ട് ഒരു ലോഞ്ചർ ഉണ്ടാവും. ആ ലോഞ്ചറിന് പകരം മറ്റൊരു ലോഞ്ചർ ഉപയോഗിക്കാം. നമുക്കിന്ന് ഇതുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ ലോഞ്ചർ എന്ന് പറയുന്ന ലോഞ്ചർ ഉപയോഗിക്കാം. എങ്ങനെ അത് സെറ്റ് ചെയ്യുക, ഇതുപോലെ എങ്ങനെ എടുക്കുക, നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഈ സ്ക്വയർ ലോഞ്ചറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരിക. ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്, അതിൽ നമുക്ക് വേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. നേരത്തെ ഞാൻ കാണിച്ച അതേപോലുള്ള സ്ക്വയർ ഓപ്ഷൻ ഒന്നാമത്തതാണ്, അത് മതിയെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടോ ബ്ലറായിട്ടോ അങ്ങനെ ഏതാ വേണ്ടി വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യാം. സ്വൈപ്പ് ചെയ്താൽ ഇവിടെ ഈ കള്ളികൾ നമുക്ക് ഡിസ്പ്ലേയിൽ 3 മതിയോ അല്ല 4 വേണമെന്നുള്ളതുണ്ട്. ഞാൻ 4 സെലക്ട് ചെയ്ത് എന്നിട്ട് വീണ്ടും സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്തിട്ട് വീണ്ടും സ്വൈപ്പ് ചെയ്യുക, ഡണ്ണ് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി, നമുക്ക് സെറ്റായി. ഇനി നമുക്ക് സെൻറ്ററിൽ ഫോട്ടോ സ്ലൈഡ് എന്നുള്ള ഈ ബ്ലാങ്ക് ആയി നിൽക്കുന്നിടത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഗാലറിയിലുള്ള ഒരു ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏത് ഫോൾഡർ ആയാലും നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. യൂസ് ദിസ് ഫോൾഡർ എന്നുള്ള കൊടുത്തിട്ട് ഗാലറി ആക്സസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സെറ്റായി. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഫോൾഡറിൽ എത്ര ഫോട്ടോ ഉണ്ടോ ആ ഫോട്ടോസ് കംപ്ലീറ്റ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതൊരു രസമുള്ളല്ലേ. ഇനി ഇതിന്റെ സ്ക്വയർ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിലൊന്ന് ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ ഒരു അപ്പ് ഡൗൺ ഏറോ മാർക്ക് ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ള സൈസിലേക്ക് മാറ്റി കൊടുക്കുക. അതവിടെ കറക്റ്റായി. കണ്ടോ? ഇനി നമുക്ക് ഇതിൽ കൂടുതൽ ആപ്ലിക്കേഷൻ കൂട്ടിച്ചേർക്കണമെങ്കിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഷോർട്ട് കട്ട് ഉണ്ട്, ലോഞ്ച് ആക്ഷൻസ് ഉണ്ട്. അങ്ങനെ എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആപ്ലിക്കേഷൻസ് എടുത്തിട്ട് അതിൽ നമുക്ക് വാട്സപ്പ് സെലക്ട് ചെയ്ത് അതേപോലെ തന്നെ ഫേസ്ബുക്കും സെലക്ട് ചെയ്ത് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്തിട്ട് ഏത് ഭാഗത്താണോ വേണ്ടത് ആ ഭാഗത്ത് കൊണ്ടാക്കാൻ അടിപൊളി ഡിസൈനിലാക്കി എടുക്കാം. ഇത്ര ചെയ്യേണ്ടുള്ളൂ. നമുക്കൊരു വെറൈറ്റി ലുക്കിൽ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഈ ആപ്പ് ഡ്രോവർ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഈ ലോഞ്ചറിന്റെ സെറ്റിംഗ്സ് ഉണ്ട്, അതിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് ഇത് ഡിഫാൾട്ട് ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യുക. ഡിഫാൾട്ട് എന്ന് പറഞ്ഞിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡിഫാൾട്ട് ലോഞ്ചറായിട്ട് സെറ്റ് ആവും. അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യമുള്ളതൊക്കെ മാറ്റം വരുത്തുക, എന്നിട്ട് ഒരു വെറൈറ്റി ലുക്കിലൊന്ന് ഉപയോഗിക്കുക. സംഭവം കേട്ടില്ല കേട്ടോ, നല്ലൊരു ലുക്ക്, ഒരു വെറൈറ്റി ലുക്ക്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കുക, അതുകൊണ്ട് അങ്ങ് കൂടി കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന വീഡിയോ ഒക്കെ ഒരു ലൈക്ക് കൊടുത്തേക്കും, നമുക്കൊരു ഇഷ്ടം കൂടിക്കോട്ടെ, ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.